ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ സുപ്രധാനമായ ചില വിവരങ്ങൾ ഇന്ന് പെന്റഗൺ പുറത്തുവിടുമെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങൾ തകർന്നതായി വിവരങ്ങൾ ലഭിച്ചതായി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി CIA പറയുന്നു. ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായി ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബാഗയും സമ്മതിച്ചു. അമേരിക്കയിൽ നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. എനിക്ക് തോന്നുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ലേശം കലിപ്പിലാണെന്ന് തോന്നുന്നു. ചില ഇന്റലിജൻസ് ഏജൻസികളെ ഉദ്ധരിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും വലിയ ഇടിവുണ്ടാക്കാനും നാശമുണ്ടാക്കാനും കഴിഞ്ഞില്ല എന്ന വാർത്തയിലാണ് അദ്ദേഹം പ്രകോപിതനായ. സാധാരണ പതിവുള്ള കാര്യമല്ല. ഇത്തരം യുദ്ധ സാഹചര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ അതിൽ ചില ആത്മനിയന്ത്രണം രാജ്യങ്ങൾ പാലിക്കാറുണ്ട്. എന്നാൽ പെന്റഗൺ എല്ലാ കാര്യങ്ങളും പുറത്തുവിടുമെന്ന രീതിയിൽ വാർത്താ ഏജൻസികൾ പറയുന്നല്ലോ. മധു, എന്താണ് അമേരിക്കയിൽ സംഭവിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ഇറാനെതിരായ US ആക്രമണങ്ങൾ ശരിക്കും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ സഹായിച്ചെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പറഞ്ഞത്. നമുക്കറിയാം, നെതർലൻഡ്സിലെ NATO ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയായിരുന്നു. അവിടെ മറ്റ് രാജ്യങ്ങളുടെ തലവന്മാരുമായിട്ടായിരുന്നു സംസാരിക്കുമ്പോഴാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത്. ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇറാനുമായി അമേരിക്ക അടുത്ത ആഴ്ച ആരംഭിക്കും. ഇറാൻ വീണ്ടും ആണവ യുദ്ധം നിർമ്മിക്കുവാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് ട്രംപ് അവരെ അറിയിച്ചിരിക്കുന്നത്. അടുത്തയാഴ്ച ഒരുപക്ഷെ ഒരു ആണവ കരാറിൽ അമേരിക്കയും ഇറാനും ഒപ്പിട്ടേക്കാം. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു കരാറിന് തന്നെ പ്രസക്തി ഇല്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാൻ ആണവ പദ്ധതിയുമായി അതേസമയം മുന്നോട്ട് വീണ്ടും പോയാൽ അവർ വീണ്ടും ആക്രമിക്കപ്പെടുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം SK നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് ഇസ്മയിൽ ബഗയി ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയിട്ടുണ്ട്. US ആക്രമണങ്ങളിൽപ്പെട്ട ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ഒരു ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് ബഗായി പറഞ്ഞത്, അതെ, നമ്മുടെ ആണവ സ്ഥാപനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം അമേരിക്കയുടെ ആവർത്തിച്ചുള്ള ബോംബാക്രമണങ്ങൾക്ക് ഈ ആണവ നിലയങ്ങൾ വിധേയരാകേണ്ടി വന്നതുകൊണ്ടാണ്. പക്ഷേ ഇതൊരു സാങ്കേതിക വിഷയമായതുകൊണ്ട് അദ്ദേഹം കൂടുതൽ വിശദീകരിച്ചില്ല. ഇതേപ്പറ്റി പിന്നീട് അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ഇറാന്റെ തന്നെ ഉണ്ട്, അവർ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞത്. അതേസമയം ഇറാൻ ആണവ നിലയങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവാദങ്ങൾ അമേരിക്കയിൽ ഒരു വശത്ത് മുറുകവേ ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10:30 അതായത് നാളെ അമേരിക്കയിൽ പ്രാദേശിക സമയം രാവിലെ 8 മണിക്ക് പെന്റഗണിൽ US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് മാധ്യമങ്ങളെ കാണുന്നതായിരിക്കും. ഈ വാർത്താ സമ്മേളനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന്, അതുപോലെ തന്നെ പലതും നിഷേധിക്കാൻ പറ്റാത്ത പല തെളിവുകൾ പുറത്തുവിടുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതേസമയം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIAക്ക് ഈ ആക്രമിക്കപ്പെട്ട ഇറാന്റെ ആണവ നിലയങ്ങൾ സംബന്ധിച്ചുള്ള ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞത്. CIAയുടെ തന്നെ പശ്ചിമേഷ്യയിലെ ചില പരമ്പരാഗത സോഴ്സുകളിൽ നിന്നും അതുപോലെ അവരുടെ ചില വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നുമാണ് ഈ വിവരങ്ങൾ ലഭിച്ചത്. ഇറാൻ ആണവ പദ്ധതിക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്നും വർഷങ്ങൾ ഏറെ വേണ്ടിവരും ഇറാൻ ഇത് പുനർനിർമ്മിക്കാനുമെന്നാണ് ജോൺ റാഡ്ക്ലിഫ് പറയുന്നത്. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ US ആക്രമണങ്ങളിൽ നശിപ്പിക്കപ്പെട്ടുവെന്ന് ഒരു പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്ന് US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡ് പറയുകയും ചെയ്തു. നേരത്തെ തുളസി ഗബാർഡും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഇതേ വിഷയത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. ഈ അമേരിക്കൻ മാധ്യമങ്ങൾ റോയിട്ടേഴ്സും CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ പെന്റഗണിന്റെ ചില റിപ്പോർട്ടുകൾ, പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് വലിയ വിവാദമായി. അതിൽ പറയുന്നത് വലിയ പ്രശ്നങ്ങൾ ഈ ആണവ നിലയത്തിന് ഉണ്ടായില്ലെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി രഹസ്യ ഇന്റലിജൻസ് പങ്കിടുന്നതിന് പെന്റഗൺ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമുണ്ട്, ക്യാബിനറ്റ്. അതിലായിരുന്നു ഈ ഡിഫൻസ് ഇന്റലിജൻസിന്റെ പ്രിലിമിനറി റിപ്പോർട്ട് പോസ്റ്റ് ചെയ്തത്. ഇതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് ചോർന്നതാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇത് സംബന്ധിച്ച് US കോൺഗ്രസുമായി ഉള്ള രഹസ്യ വിവരങ്ങൾ പങ്കിടുന്നത് വൈറ്റ് ഹൗസ് പരിമിതപ്പെടുത്തുവാനും തീരുമാനിച്ചിരിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ഇന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന്റെ കൂടുതൽ രഹസ്യ വിവരങ്ങൾ ഇന്ന് പെന്റഗൺ അമേരിക്കയിൽ പുറത്തുവിടും എന്ന രീതിയിലുള്ള വാർത്തകളാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ രഹസ്യമായ പല വിവരങ്ങളും ഈ വെളിപ്പെടുത്തൽ ഉണ്ടാകും എന്ന് വാർത്താ ഏജൻസികൾ പറയുന്നു.